അളിയന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഓരോ ബിയർ പിടിപ്പിച്ചിട്ട് മീറ്റ് ചെയ്യാന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ മീറ്റിംഗ് പൊളിച്ചേനെ. ടെൻഷൻ ഉണ്ടോ ബ്രോ? ഒന്ന് പോടാ, എനിക്കൊരു ടെൻഷനും ഇല്ല. എന്നാലും നിന്റെ ധൈര്യം സമ്മതിക്കണം. എക്സ് കാമുകിയുടെ ഭർത്താവിനെ ഫേസ് ചെയ്യാൻ നീ എത്ര ചില്ലായിട്ടാ ഇരിക്കുന്നേ. ഞാനെങ്ങനെയായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിലേ ഇവിടെ കിടന്ന് മെഴുകിയേനെ. വരുന്നുണ്ട്, ഡോക്ടർ വരുന്നുണ്ട്. നീ ഒന്ന് മാറിക്കോ സമയം. ആവശ്യമുണ്ടെങ്കിൽ നീ എൻട്രി ആയാൽ മതി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സീൻ വല്ലാതെ ഡാർക്ക് ആവണമെങ്കിൽ അളിയൻ കയറി ഉടക്കാൻ നിൽക്കരുത്. സംഗതി കയ്യിൽ നിന്ന് പോകും. നൈസായിട്ട് സ്കൂട്ടായിക്കൊള്ളണം. അതൊക്കെ ഞാൻ ഏറ്റു, നീ പോ. ഹലോ അരുൺ. ഹലോ. സോറി, ഞാൻ അല്പം ലേറ്റായി പോയി. ഇറ്റ്സ് ഓക്കെ. അല്ല അരുൺ, തനിച്ചാണോ വന്നത്? അതെ. അല്ല, ദൂരെ വെച്ച് കണ്ടപ്പോൾ തൻ്റെ കൂടെ ഒരാൾ ഉള്ളതായിട്ട് തോന്നി. പോട്ടെ, എൻ്റെ തോന്നലാവും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? ജോലിക്കൊന്നും ട്രൈ ചെയ്യുന്നില്ലേ? ആ, ട്രൈ ചെയ്യുന്നുണ്ട്. യെസ്, ട്രൈ ചെയ്യണം. കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, അല്ലേ അരുൺ? അല്ല, ഡോക്ടർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? യെസ്, ഐ എം കമ്മിങ് ടു ഇറ്റ്. അരുണിന് മാളവികയോടുള്ള ഒബ്സഷനെ കുറിച്ചൊക്കെ എനിക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഞാൻ മാളവികയുടെ ജീവിതത്തിലേക്ക് എൻട്രി ആവുന്നത്. നല്ല സുഹൃത്തുക്കളായിട്ടായിരുന്നു ഞങ്ങളുടെ തുടക്കം. ആ സൗഹൃദം പിന്നെ പ്രണയമായി, പിന്നെ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹമായി. അതൊക്കെ അരുണിന് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ? അതെ. വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ഒരു അഫെയർ ഉണ്ടാവുന്നത് ഒരു തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഓഫ് കോഴ്സ്, നിങ്ങളുടെ റിലേഷനെ കുറിച്ച് മാളവിക എന്നോട് ഡീറ്റെയിൽ ആയി തന്നെ വളരെ മുമ്പേ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ അതിൻ്റെതായ സ്പിരിറ്റിലെടുക്കാൻ എനിക്ക് കഴിയും. പക്ഷെ വിവാഹത്തിന് ശേഷവും പഴയ ബന്ധത്തിന്റെ അവകാശവാദം ഉന്നയിച്ച് ഒരു പെൺകുട്ടിയുടെ ലൈഫിലേക്ക് കടന്നു കയറി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാന്യതയുള്ള ഏർപ്പാടാണോ അരുൺ? അത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. ഡോക്ടർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. ശരിക്കും ഞാനും അതൊന്നും ഉദ്ദേശിച്ചതല്ല. പക്ഷെ ഒരാൾ നമ്മളെ ഇങ്ങോട്ട് നിർബന്ധിക്കുകയും പ്രലോഭിപ്പിക്കുകയൊക്കെ ചെയ്ത എത്രയെന്ന് കരുതിയാ നമ്മൾ ഒഴിഞ്ഞു മാറുന്നത്? ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും ആണുങ്ങളല്ലേ സർ? സോറി, അരുൺ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ ഭാഗത്ത് നിന്ന് പ്രലോഭനവും നിർബന്ധമൊക്കെ ഉണ്ടായിരുന്ന? മാളവികയുടെ കാര്യമാണോ താൻ ഉദ്ദേശിക്കുന്നത്? അതെ. അല്ലാതെ മറ്റാരും ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. തുറന്നു പറയുന്നുണ്ട് ഡോക്ടർക്കൊന്നും തോന്നരുത്. കല്യാണത്തിന് മുൻപ് ഞാൻ മാളവിക ഒരുപാട് ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞാൻ പൂർണ്ണമായും അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയതാ. പിന്നീട് ഒരു ദിവസം എന്റെ ഫോണിലേക്ക് മാളവികയുടെ ഒരു കോള് വന്നു. മാള് തന്നെ വിളിച്ചെന്നോ? അതെ. ഡോക്ടർ ഇതൊന്നും ആ കുട്ടിയോട് ചോദിക്കണ്ട. ചോദിച്ചാലും മാള് ഇതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം ഡോക്ടറുടെ മുമ്പിൽ അവൾ നല്ല കുട്ടിയാവാനല്ലേ ശ്രമിക്കൂ. പക്ഷെ സത്യം എന്താന്ന് ഡോക്ടർ മനസ്സിലാക്കണം. ആദ്യമൊക്കെ വല്ലപ്പോഴേ മാളവിക എന്നെ വിളിച്ചിരുന്നുള്ളൂ. പിന്നീട് ഞങ്ങള് പുറത്തു വെച്ച് കാണുമായിരുന്നു. അന്നൊരിക്കല് ഡോക്ടർ ഷോപ്പിംഗ് മോളിൽ വെച്ച് എന്നെ കണ്ടതായി ഓർക്കുന്നുണ്ടോ? അത് ശരിക്കും അബദ്ധത്തിൽ സംഭവിച്ചതല്ല. അന്ന് മാളവിക വിളിച്ചിട്ടാ ഞാൻ അവിടെ വന്നത്. അതുപോലെ പല സ്ഥലത്ത് വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഇതൊക്കെ ഞാനങ്ങ് വിശ്വസിക്കുമെന്നാണോ താൻ കരുതിയത്? തന്റെ ഫ്രോഡ് വേലകളൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. മാളവിക താനീ പറയുന്ന ജനിസിപ്പെട്ട കുട്ടിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അതൊക്കെ ഡോക്ടറിന്റെ ഇഷ്ടം. ഈ കാര്യത്തിൽ എനിക്കറിയാവുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ശരിക്കും ഇതാ കുട്ടിയെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണെന്ന് എനിക്കറിയാം.
പക്ഷെ ഡോക്ടറെ പോലെ ഒരാൾ എന്നെ കൈയോടെ പിടികൂടാൻ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ ഭാഗത്തെ ന്യായം പറഞ്ഞല്ലേ പറ്റൂ. ഉം. എന്റെ സ്ഥാനത്ത് ഇപ്പൊ ഡോക്ടർ ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യൂ. കാരണം നമ്മളൊക്കെ ആണുങ്ങളല്ലേ ഡോക്ടർ. ഡോക്ടർ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറിയൊന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. എല്ലാം നിർത്താൻ ഞാൻ തയ്യാറാ. എന്നെ മറക്കണമെന്നും ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്നും ഡോക്ടർ ഭാര്യയെ കൂടി ഒന്ന് ഉപദേശിക്കണം. അല്ലാതെ എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇനി ഡോക്ടറിന്റെ ഭാര്യ ഇതൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ് സത്യം ഒന്ന് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഓ, അപ്പൊ എവിഡൻസ് ഒക്കെ ഉണ്ടല്ലേ കയ്യില്? ഓക്കെ, കാണാം. ഓ, ആയിക്കോട്ടെ. അളിയ, എന്തായി? കഴിക്ക്. വേണ്ട. കഴിക്കങ്കിള്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടാത്തവർക്കൊന്നും കൊടുക്കണ്ട മാളൂ. ഡേ, രണ്ടുപേരും ഇങ്ങനെ പിണങ്ങിയിരിക്കാനാണോ ഭാവം? എന്നാ ഞാനങ്ങ് പോയേക്കാം. എനിക്കാരോടും പണക്കൊന്നുമില്ല. അതിന്റെ പേരും പറഞ്ഞ് ആരോടുന്ന് പോവും വേണ്ട. എങ്കി പിന്നെ എന്താ അത് കഴിക്കാത്ത? എന്താ ആന്റി? എന്നോട് പിണങ്ങി ഒന്നും കഴിക്കില്ലെന്ന് ശബ്ദം എടുത്തിരിക്കുക നിന്റെ അങ്കിള്. ആണോ അങ്കിളെ? അങ്ങനെ ശബ്ദം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആന്റി തരുമ്പോ കഴിക്കായിരുന്ന പോരെ? എന്റെ കയ്യിൽ വാങ്ങിക്കൂടെ? നിന്റെ കയ്യിൽ നിന്ന് ഞാനിത് വാങ്ങാം. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും. അതിന് സത്യസന്ധമായ ഉത്തരം പറയണം. അങ്കിളിന് ഇപ്പൊ എന്താ അറിയേണ്ടത്? അപ്പൊ എന്താ ഇങ്ങോട്ട് വിളിക്കാത്തത്? എന്താ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്? പറയൂ. എന്റെ അങ്കിളെ, അവള് ഞാനുമായിട്ടൊരു ബെറ്റ് വെച്ചിട്ടാ പോയിരിക്കുന്നെ. ബെറ്റോ? എന്തിന്? ഈ സെമിസ്റ്റർ എക്സാമിന് അവളായിരിക്കും അവളുടെ ബാച്ചിലെ ടോപ്പർ എന്ന് അവള് പറഞ്ഞു. അത് അവളെ കൊണ്ട് നടക്കാത്ത കാര്യമാണെന്ന് ഞാനും. അങ്ങനെ ഞങ്ങളൊരു ബെറ്റ് വെച്ചിരിക്കാം. അതുകൊണ്ട് ഇനി എക്സാം കഴിയുന്നവരെ വിളിയും പറച്ചിലും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് അവിടെ തലയും കുത്തിയിരുന്ന് പഠിക്കുക. അതുകൊണ്ടാ. എന്താ അങ്കിളിന് ഞാൻ പറഞ്ഞ വിശ്വാസായില്ലേ? നീ പറഞ്ഞോണ്ട് ഞാൻ വിശ്വസിക്കാം. എന്നാലേ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വിളിക്കാലോ. അഥവാ വിളിക്കുകയാണെങ്കിൽ ഞാനുമായിട്ട് സംസാരിക്കാൻ നിന്റെ ആന്റി സമ്മതിക്കുകയില്ല. അതെങ്ങനെയാ? അപ്പു വിളിക്കുന്ന സമയത്തൊക്കെ സൂക്ഷ്മം പോലെ BP ഉറക്കമായിരിക്കും. വെറുതെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞാൻ വിളിക്കാത്തതല്ലേ. ഒരു കോള് വരുമ്പോ എന്നെ ഒന്ന് വിളിച്ചെന്ന് കരുതി ഇവിടെ എന്ത് നഷ്ടം സംഭവിക്കാനാ? ഇതൊന്നും അല്ല മാളൂ. വേറെ എന്തോ അജണ്ടയുണ്ട് ഇതിന് പിന്നെ. അജണ്ടയോ? ആ, അങ്കിള് വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. ദേ ആന്റി, ഇനി അപ്പൊ വിളിക്കുമ്പോ അങ്കിളിന് ഫോൺ കൊടുത്തേക്കണം. കഴിഞ്ഞ തവണ അവർ വിളിച്ചപ്പോഴും ഞാൻ ചോദിച്ചതാ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കട്ടെ എന്ന്. അപ്പൊ അവള് പറഞ്ഞു വേണ്ടമ്മേ, ഞാൻ പിന്നെ വിളിച്ചോളാന്ന്. എന്നാ ഇനി അവള് വിളിക്കുമ്പോ ഞാനേ ഫോൺ എടുക്കുന്നുള്ളൂ. മനസ്സിലായോ? അങ്കിളെ, അങ്കിളുടെ കാര്യം ഇത്ര സീരിയസ് ആണെന്നൊന്നും അപ്പൂന് അറിയില്ല. ആന്റിയോ ഞാനോ അവളെ അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ അവളെ അറിയിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. ഞാനിപ്പോ ഓക്കെ ആയില്ലേ? എന്നാലും അതറിഞ്ഞാൽ അതവളുടെ പഠിത്തത്തെ ബാധിക്കും അങ്കിൾ. ഡേ, ഞങ്ങളൊക്കെ പറഞ്ഞ് അവളെ പിരിയേറ്റി വെച്ചിരിക്കുക. ഇനി ഇതൊക്കെ അറിഞ്ഞ് വിഷമിച്ചാ അവക്ക് ബെറ്റിൽ ജയിക്കാൻ പറ്റാതാവും. പറഞ്ഞേക്കാം. പഠിത്തമൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. എന്നാലും അവളുടെ ശബ്ദം ഒന്ന് കേട്ടിട്ട് എത്ര ദിവസമായി മോളെ. അതുകൊണ്ടല്ലേ അങ്കിളീ പറയുന്നത്. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാന്നേ. അങ്കിൾ ഇത് കഴിച്ചേ. നീ പറഞ്ഞോണ്ട് മാത്രാ കേട്ടോ ഞാൻ എന്റെ വാക്ക് മാറ്റുന്നത്. അത് പിന്നെ എനിക്കറിയില്ലേ.
താൻ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. ഞാനങ്ങനെ തോറ്റിട്ടൊന്നുമില്ല. ഉം. ഇനി വിളിക്കുമ്പോ അപ്പുവിന്റെ കോൾ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അവൾ അവിടെ അങ്ങനെ നിന്ന് പഠിക്കട്ടെ അങ്കിളെ. അവള് വരുന്നവരെ ഞാൻ അങ്കിളുടെ അപ്പു. കേട്ടല്ലോ? അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അവളും നീയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും പഠിച്ച കള്ളികളാ. എന്നാലും അപ്പു ഇപ്പൊ എവിടെയായിരിക്കും? അപ്പു, നൗ യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ. ഇപ്പോ ഈ നിമിഷം വേണമെങ്കിലും സർജറി നടത്താം. എന്തു പറയുന്നു? അപ്പോ എങ്ങനെയാ കാര്യങ്ങള്? നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ മുന്നോട്ട് പോവല്ലേ? അതെ ഡോക്ടർ, അതി ഏർലിയസ്റ്റ് സർജറി നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം. ഓക്കെ, എങ്കിൽ ധൈര്യമായി പോയി അമ്മയും കുട്ടി വന്നോളൂ. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാം. വരട്ടെ? അത് ഓക്കെയാണ്, പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ? മറ്റെന്തെങ്കിലും അസൗകര്യമുണ്ടോ? ഡോക്ടർ, അമ്മ ആ സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടാവില്ല. അതെന്ത് പറ്റി? അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡാ, ചില കാർഡിയക് ഇഷ്യൂസ്. അതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഈസ് ഇറ്റ്? അപ്പോ ഇനി എന്താ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോ അപ്പുവിന് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും കാര്യമായിട്ടില്ലല്ലോ. സോ നമുക്ക് ഈ സർജറി വേണമെങ്കിൽ ഒന്ന് നീട്ടിവെക്കാം. എന്നുവെച്ച് ഒരുപാട് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. ഏറിയാൽ ഒരു 1 മന്ത് കൂടി നമുക്കതിന് സാധിച്ചേക്കും. നോ ഡോക്ടർ, അതിൻ്റെ ആവശ്യമില്ല. അതിനുള്ളിൽ അമ്മയ്ക്ക് ഫ്രീ ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഫ്രീ ആവുമെങ്കിൽ തന്നെ അമ്മയെ എൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ? അപ്പുവിന് അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നില്ലേ? ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല ഡോക്ടർ. ഇങ്ങനൊരു തീരുമാനം പൂർണ്ണമായും എൻ്റേത് മാത്രം. സോറി, എനിക്കത് മനസ്സിലാവുന്നില്ല. ഡോക്ടർ, ഇപ്പൊ ഞാനും എൻ്റെ ഐഡന്റിറ്റിയും എൻ്റെ മാതാപിതാക്കൾക്കൊരു ബാധ്യത. അച്ഛൻ വളരെ പ്രത്യക്ഷമായി അതിനോട് റിയാക്ട് ചെയ്തു. അമ്മ പുറമേ സപ്പോർട്ടീവായി നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അച്ഛൻ്റെ പക്ഷത്താ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി അവരുടെ മുന്നിൽ എനിക്ക് ചെല്ലണമെങ്കിൽ പൂർണ്ണമായും അതൊരു മെയിൽ ഐഡന്റിറ്റിയുമായിട്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? സഹായിക്കണമെന്ന് പറയുമ്പോ വാട്ട് യു മീൻ? സർജറിയുടെ എല്ലാ ഘട്ടത്തിലും ആവശ്യമായ തുക എൻ്റെ അക്കൗണ്ടിലുണ്ട്. എൻ്റെ സഹായത്തിന് വേണ്ടി ആൾക്കാരെയും ഞാൻ അറേഞ്ച് ചെയ്തോളാം. മറ്റാരുടെയും സഹായമോ സഹകരണമോ പ്രതീക്ഷിക്കാതെ എനിക്ക് വേണ്ടി ഡോക്ടർ മുന്നിട്ട് നിന്ന് ഈ സർജറി നടത്തി തരുമോ? അപ്പോ എന്താ തമാശ പറയാ? ഈ സർജറിയുടെ സീരിയസ്നെസ് എന്താണെന്ന് നന്നായി മനസ്സിലാക്കി തന്നെയാണോ അപ്പോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഡോക്ടർ പേടിക്കണ്ട. ഇതിൽ വരുന്ന എന്ത് കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനും ഞാൻ തയ്യാറാ. അത് ഒരു തരത്തിലും ഡോക്ടറെ ബാധിക്കില്ല. നോ നോ, അപ്പോ ഈ പറയുന്നതൊക്കെ അട്ടർ നോൺസെൻസ് ആണ്. അങ്ങനെ പ്രോപ്പർ കൺസൾട്ടോ ഫോർമാലിറ്റീസോ ഒന്നും നോക്കാതെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. പ്രോപ്പർ ചാനലിലൂടെ അല്ലാതെ എനിക്കിതൊന്നും ചെയ്യാനാകില്ല കുട്ടി. ഐ എം സോറി. പ്രോപ്പർ ചാനൽ എന്ന് പറയുമ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ തന്നെ കൺസെന്റ് വേണമെന്നാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. നിലവിൽ പേഷ്യന്റ് ആരുടെ സംരക്ഷണയിലാണോ അവരുടെ കൺസെന്റ് ആണ് ഞങ്ങൾക്ക് മുഖ്യം. ഒന്നുകിൽ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ രക്ഷകർതൃസ്ഥാനം നിയമപരമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വ്യക്തികൾ. അങ്ങനെയുള്ളവരുടെ സമ്മതം ഉണ്ടെങ്കിലേ സർജറി നടക്കുകയുള്ളൂ. ശരി, അങ്ങനെയുള്ളവരുടെ കൺസെന്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. അത് ഞാൻ ശരിയാക്കിക്കൊള്ളാം. അതിന്റെ പേരിൽ നേരത്തെ ഫിക്സ് ചെയ്ത സർജറി മാറ്റണ്ട. എന്താ ഡോക്ടർ, അത് ഓക്കെ അല്ലേ? ശരി, അപ്പു പോയിട്ട് അത് ശരിയാക്കിയിട്ട് വാ, നമുക്ക് നോക്കാം. താങ്ക് യു ഡോക്ടർ.
രണ്ടുപേരുടെയും പിണക്കം മാറിയ സ്ഥിതിക്ക് ഇനി ഒന്ന് കൈ കൊടുത്തേ. കൈ കൊടുക്കാനും കോംപ്രമൈസ് ചെയ്യാനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷെ മാളു, പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് ആരും പിന്മാറാൻ പാടില്ല, നീ ഉൾപ്പെടെ. അത് സമ്മതമാണെങ്കിൽ കോംപ്രമൈസ്. എനിക്ക് ഈ കോംപ്രമൈസിലൊന്നും ഒരു വിശ്വാസമില്ല കുട്ടി. നീ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ വീണ്ടും അപ്പൂനെ വിളിക്ക്, അവളെന്താ വിളിക്കാത്തതെന്ന് ചോദിച്ച് എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. ഏയ് ഇല്ല ആന്റി, ഇനി അങ്കിൾ അങ്ങനെ ചെയ്യേയില്ല. അപ്പു ഇങ്ങോട്ട് വിളിക്കുന്നവരെ അപ്പുവിന്റെ ഒരു കാര്യവും അങ്കിള് ചോദിക്കില്ല, അല്ല അങ്കിൾ? ആ നോക്കട്ടെ. ദേ അങ്കിള്, നോക്കിയാ പോരാ, എനിക്ക് വാക്ക് തന്നതാ. ആ ശരി ശരി. പക്ഷേ നീ എപ്പോഴെങ്കിലും അവളെ വിളിച്ച് എന്നോട് സംസാരിക്കണമെന്ന് പറയണം. അത് ഞാൻ ഉറപ്പായിട്ടും പറയുമല്ലോ. ഇനി കൈ കൊടുത്തേ, കൈ കൊടുത്തേ. ഹലോ അങ്കിൾ. ആ എന്തായാലും കറക്റ്റ് സമയത്താണ് എൻ്റെ വരവ്. വാ. കേട്ടോ ഡോക്ടറെ, തൻ്റെ വൈഫൈ നല്ല പഠിച്ച കള്ളിയാ. അതിപ്പോഴാണോ അങ്കിളിന് മനസ്സിലായത്? അപ്പൊ തനിക്കത് നേരത്തെ മനസ്സിലായി. വെരി ഗുഡ് വെരി ഗുഡ്. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് പിണങ്ങിയതാ. ഇവള് കൂടെ കൂടി അതും ഇതും പറഞ്ഞ് അരമണിക്കൂർ തികയും മുമ്പ് ഞങ്ങളെ തമ്മിൽ കോംപ്രമൈസ് ആക്കി. പിന്നെ ഇവളെ കള്ളി എന്നല്ലാതെ എന്താ വിളിക്കണ്ടേ? ജോബിനെ ഒന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാൻ കുറച്ചു മുമ്പ് മാളുവിനോട് പറഞ്ഞതേ ഉള്ളൂ. താനിപ്പോ ഒന്നു കുറച്ചു നേരമായി. അത് ശരി. അപ്പൊ ജോബിനോട് പറയാതാണോ മാൾ ഇങ്ങോട്ട് വന്നത്? അതല്ലേ കുറച്ചു മുമ്പ് അങ്കിള് പറഞ്ഞ കാര്യം ഞാൻ സമ്മതിച്ചു തന്നത്. ഓ കള്ളിയാണെന്ന്. നീ എന്താ ഇങ്ങോട്ട് വരുന്ന കാര്യം ജോബിനോട് പറയായിരുന്നു? അതിലെന്താ ഇപ്പൊ പ്രത്യേകിച്ച് പറയാനുള്ളത്? എനിക്ക് അങ്കിളുടെ അടുത്ത് വരുന്നതിന് ആരുടെ സമ്മതമൊന്നും ആവശ്യമില്ലല്ലോ. അതൊക്കെ കല്യാണത്തിന് മുൻപ്. ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ ദേ ഭർത്താവ് അറിഞ്ഞിരിക്കണം, അല്ലടോ? അതിനിപ്പോ ഇവിടേക്കാന്ന് വരുന്നതെന്ന് പറഞ്ഞാ ജോബിന് വേണ്ടെന്നൊന്നും പറയില്ലല്ലോ. അതൊക്കെ എനിക്കും അറിയാം. എന്നാലും ഒന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. ഗീതേ, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചല്ലേ ആയുള്ളൂ? അതെ, എന്താ? അല്ല, കല്യാണം കൂടിയ കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. മാള് നാളെ വരുമ്പോ നിങ്ങളുടെ വെഡിങ് ആൽബം കൂടി ഇത് കൊണ്ടുവരണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ വലിയ ഫംഗ്ഷൻ ആയിട്ടുള്ളൊരു കല്യാണമൊന്നും ആയിരുന്നില്ല. മാളുവിന്റെ മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം ക്ഷേത്രത്തിൽ വെച്ചൊരു താലിയിട്ട് നടന്നു. പിന്നെ വൈകിട്ട് ചെറിയൊരു ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, എന്നാലും ഫോട്ടോസൊക്കെ ഉണ്ടാവുമല്ലോ. അതിലെന്തായിരുന്നു എന്റെ റോളെന്ന് അത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. എന്താ ഇനി അതിന് ഫോട്ടോഗ്രാഫ്സ് ഇല്ലെന്നാണോ? ഉണ്ടാവണം. ഉണ്ടാവണമെന്നോ? അപ്പൊ അത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? വീട്ടിലുണ്ടാവും അങ്കിൾ, ഞാൻ കൊണ്ടുവരാം. ആ ആരാ മോളെ വിളിക്കുന്നത്? അതെന്റെ ഒരു ഫ്രണ്ടാ അങ്കിൾ. ഒരു മിനിറ്റ്. ജോബിന് ഡേയ്സി കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരികയല്ലേ. മമ്മി അടുത്ത ദിവസം കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട. എന്നെങ്കിലും ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോവല്ലോ. ഡേയ്സി കൂട്ടി വീട്ടിലേക്ക് വന്നാൽ മതി.